ഓം നമഃ ശിവായ. ആദ്യം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക്, ഷെയർ, കമന്റ് കൂടി ചെയ്യുക. ലക്ഷ്മി നാരായണ യോഗം ഇത്തരത്തിൽ ഗുണപ്രദമായ പല മാറ്റങ്ങളും കൊണ്ടുവരുന്നതാണ്. പലപ്പോഴും ഈ യോഗഫലം ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ചില രാശിക്കാരുണ്ട്. ഒക്ടോബർ 10 തുലാം രാശിയിൽ ബുധനും ശുക്രനും യോഗം ചേരുമ്പോൾ ഈ യോഗമുണ്ടാകും. വേദജ്യോതിഷപ്രകാരം ലക്ഷ്മി നാരായണ യോഗം വളരെയധികം ഗുണപ്രദമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു. സെപ്റ്റംബർ 18 മുതൽ ശുക്രൻ തുലാം രാശിയിലാണ്. അതിനുശേഷം ഒക്ടോബർ 10 ബുധന് തുലാം രാശിയിൽ പ്രവേശിക്കും. അപ്പോൾ ലക്ഷ്മി നാരായണ യോഗം രൂപപ്പെടും. ഈ യോഗം ഒക്ടോബർ 13 വരെ ഉണ്ടായിരിക്കും. അതിനുശേഷം ശുക്രന്റെ വൃശ്ചിക രാശി സംക്രമണം ആരംഭിക്കുന്നു. ലക്ഷ്മി നാരായണ യോഗം ഗുണപ്രദമായ മാറ്റങ്ങൾ ഓരോ രാശിക്കാർക്കും നൽകുന്നതാണ്. പലപ്പോഴും എല്ലാ തരത്തിലുള്ള പോസിറ്റീവ് മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്മി നാരായണ യോഗം കൊണ്ടുതരുന്നു. അതിന് കാരണം ഗ്രഹങ്ങളുടെ കൃത്യമായ ഇടവേളകളിലുള്ള രാശിമാറ്റമാണ്. പലപ്പോഴും ഒരു രാശിയിൽ ഒന്നിലധികം ഗ്രഹങ്ങൾ കൂടിച്ചേരുന്നു. എന്നാൽ ഒരേ രാശിയിൽ രണ്ടോ അതിലധികമോ ഗ്രഹങ്ങൾ കൂടിച്ചേരുന്നതിന്റെ ഫലമായി നിരവധി യോഗങ്ങളും ഉണ്ടാവുന്നു. എന്നാൽ ഗ്രഹമാറ്റങ്ങൾ കൃത്യമായ ഇടവേളകളിലാണ് നടക്കുന്നതെങ്കിൽ പോലും പലപ്പോഴും ഇവ ഗുണപ്രദമായ യോഗങ്ങളോ അല്ലെങ്കിൽ മോശം യോഗങ്ങളോ നൽകുന്നു. എന്നാൽ ഇവയെല്ലാം തന്നെ ജ്യോതിഷത്തിൽ വളരെ പ്രധാനപ്പെട്ട യോഗങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവ ഓരോ രാശിക്കാരിലും അതുപോലെ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ലക്ഷ്മി നാരായണ യോഗം 3 രാശിക്കാരെയും എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നു എന്ന് നോക്കാം. ആദ്യത്തേത് തുലാം രാശിക്കാരാണ്. തുലാം രാശിക്കാർക്ക് ലക്ഷ്മി നാരായണ യോഗം അനുകൂലമായ പല മാറ്റങ്ങളും നൽകുന്നു. പലപ്പോഴും ഈ ഐശ്വര്യപ്രദമായ യോഗം നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ഒക്ടോബർ 10 മുതൽ ഇവരുടെ ജീവിതത്തിലെ സുവർണകാലഘട്ടമായിരിക്കും എന്ന് പറഞ്ഞാൽ തെറ്റില്ല. മാത്രമല്ല, ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും നേട്ടങ്ങളും ഉണ്ടാവുന്നു. ദാമ്പത്യ ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും എല്ലാം ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നു. അത് മാത്രമല്ല, സന്തോഷവും സ്നേഹവും എല്ലാം മികച്ചു നിൽക്കുന്നു. കർമ്മരംഗത്തെ നേട്ടങ്ങളും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും. ഒരു തരത്തിലും ജീവിതത്തിൽ രണ്ടാമതൊരു ചിന്തയുടെ ആവശ്യം വരുന്നില്ല. മകരം രാശിക്കാരാണ് അടുത്തത്. മകരം രാശിക്കാർക്ക് ലക്ഷ്മി നാരായണ യോഗം നൽകുന്ന ശുഭഫലങ്ങൾ എണ്ണിയാൽ അവസാനിക്കുകയില്ല. പലപ്പോഴും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ശുഭകരമായ നിരവധി ഫലങ്ങൾ നൽകുന്നു. പലപ്പോഴും സാമ്പത്തിക നേട്ടത്തിന്റെ ഗ്രാഫ് നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. കരിയറിൽ മികച്ച വിജയം കരസ്ഥമാക്കുന്നതിന് സാധിക്കുന്നു. എന്നാൽ അതിൽ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതോടെ പുതിയ തുടക്കങ്ങൾക്കും നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നു. സമൂഹത്തിൽ സ്ഥാനമാനങ്ങളും ബഹുമാനവും നിങ്ങളെ തേടിവരും. ഒരു തരത്തിലും നിങ്ങൾക്ക് പിന്തിരിഞ്ഞു നോക്കേണ്ടി വരുന്നില്ല. അവസാനത്തെ രാശി കുംഭമാണ്. കുംഭം രാശിക്കാർക്ക് അവരുടെ 9ാം ഭാവത്തിലാണ് ലക്ഷ്മി നാരായണ യോഗം രൂപപ്പെടുന്നത്. പലപ്പോഴും ഇവർക്ക് ഐശ്വര്യത്തിന്റെ ഉച്ചസ്ഥായിയിലായിരിക്കും യോഗം സ്ഥിതി ചെയ്യുന്നത്. ആഗ്രഹിക്കുന്നതെല്ലാം തന്നെ സ്വന്തമാക്കുന്നതിന് സാധിക്കുന്നു. ദീർഘകാലമായി മുടങ്ങിക്കിടക്കുന്ന പല ജോലികളും പൂർത്തിയാക്കാൻ സാധിക്കും. കൂടാതെ പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിനും അനുകൂലമായ സമയമായിരിക്കും. ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികൾക്കും പരിഹാരം കാണുന്ന ഒരു സമയം കൂടിയാണ് എന്നതിൽ സംശയം വേണ്ട.